ഇപ്പം മഴ കാരണം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ ഇറങ്ങുക കേട്ടോ. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. കുഞ്ഞൻ വൈകുന്നേരം ആയപ്പം വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഒരുങ്ങി റെഡിയായിട്ട് റോഡിലോട്ട് ഇറങ്ങി നില്ല്, ഞാനിപ്പോൾ അതുവഴി വരും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ കേട്ട പാടെ ഞാൻ ഡ്രസ്സൊക്കെ പെട്ടെന്ന് കയ്യിൽ കിട്ടിയതെടുത്ത് ഇട്ടു. അത് കഴിഞ്ഞ് ഒരുങ്ങി റെഡിയായിട്ട് ഇറങ്ങി. പിന്നെ ഒരു കുട എടുത്തിട്ടുണ്ട്, നല്ല മഴക്കോളുണ്ട്. എന്തായാലും ഞാൻ അങ്ങ് കാറിൻ്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പേ മഴ പെയ്യും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. പിന്നെ ഇതാ ഇറങ്ങിയപ്പോൾ ലിപ്സ്റ്റിക് കിട്ടില്ല, അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. പിന്നെ ഒരു സങ്കടം മാറാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടിയിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് അതുവരെ നമുക്ക് ഇടാതെ പോകാം. ഇപ്പം നമ്മളെപ്പോഴും പുറത്തോട്ട് പോകുമ്പോൾ ഇടുന്നത് കൊണ്ട് തന്നെ അത് ഇടാതെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു എന്തോ ഒരു വല്ലായ്മ അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ റോഡിൽ കൂടെ നടക്കുന്ന വഴിക്ക് നിറയെ ചെളിയും വെള്ളവും ഒക്കെ അവിടെയൊക്കെ കിടപ്പുണ്ട്. ഈ വരുന്ന വണ്ടിക്കാരെല്ലാം അതിൻ്റെ മണ്ടയിൽ കൂടെ പോകുന്നത് കാരണം അതിൽ നിന്ന് വരുന്ന വെള്ളമെല്ലാം നമ്മുടെ മേലത്തോട്ടും വീഴുകയും ചെയ്യും. അഴുക്കും വെള്ളമൊക്കെ, എനിക്ക് അഴുക്കും വെള്ളമൊക്കെ വീഴുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഈ വണ്ടിക്കാരെയൊക്കെ ഞാൻ തെറിയും വിളിച്ചിട്ടാട്ടോ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോയേ. ഞാൻ വന്ന് വെയിറ്റ് ചെയ്യേണ്ട അടുത്ത് കുഞ്ഞൻ വന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഞാനിങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു സമയമായിട്ടോ, വണ്ടിയിൽ വരുന്നതിനേക്കാളും ബ്ലോക്കാണെന്ന് തോന്നുന്നു നടന്ന് വരുമ്പോഴത്തേക്ക്. ഇപ്പോഴത്തെ പാലം പണി കാരണം നമ്മളില്ല നേരെ മൂക്കി പിടിക്കുന്നതിനേക്കാളും ഇപ്പം ചുറ്റും ഇങ്ങനെ കറങ്ങി വന്ന് മൂക്കി പിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ഇറങ്ങേണ്ട ആ റോഡ് ഇനിയിപ്പോൾ ഒരു വലത്ത് കറങ്ങിയാൽ മാത്രമേ ഇപ്പുറത്തോട്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വരാൻ വേണ്ടി ലേറ്റായി. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് വീട് നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ വീട് കാണാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. ഒരു 4-5 ദിവസം ഇതിൻ്റെ പിറകെ ഇങ്ങനെ വിളിച്ചും ചോദിച്ചും കിടന്നിട്ട് ഇന്നാണ് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ കുറച്ച് ഇങ്ങ് വരണം കേട്ടോ, എനിക്ക് സ്ഥലമൊന്നും പറയാൻ അറിയത്തില്ല. കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ബസ്സൊക്കെ ഇറങ്ങിയാലും ബസ് സർവീസൊക്കെ അതുവഴി ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല കേട്ടോ. ഒരു ഉള്ളിലോട്ടൊരു സ്ഥലമാണ്. എനിക്ക് വഴിയും കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. വീട് എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പെയിൻ്റൊക്കെ പോയിരിക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു വല്ലായ്മ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കാരണം അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം വെള്ളമെല്ലാം കിടന്നിട്ട് വഴിയൊന്നും അത്ര കൊള്ളത്തൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞിനാണെങ്കിൽ റോഡിൽ വണ്ടി നിർത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കേണ്ടി വന്നു. നല്ല മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കല്ലൊക്കെ ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്നതാണ്. അതിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ ചവിട്ടി വേണമായിരുന്നു വീട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. കുഞ്ഞിനാണെങ്കിൽ കാലിന് നല്ല ബുദ്ധിമുട്ടായിട്ടോ, ആ കല്ലിൽ കൂടെയൊക്കെ നടന്നതിൻ്റെ ആയിരിക്കാം. അത് കഴിഞ്ഞ് അതൊക്കെ കണ്ടിട്ട് എന്തായാലും ഞങ്ങൾ ഒരു സമയമായി വീട്ടിൽ വന്നപ്പോൾ. അന്നേരത്തേക്ക് വരുന്ന വഴിക്ക് കുഞ്ഞൻ പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നിട്ടൊക്കെ വെക്കാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് പിന്നെ ലേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടേക്കൊന്ന് ക്ലീൻ ആക്കിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പറായ ഫാത്തിമ ഷെഫീഖിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് മെയ് 22-ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. രണ്ടുപേരും ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മാളൂട്ടി പ്രദീപിൻ്റെ മകളുടെ ബർത്ത്ഡേയും ഇന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഭാഗ്യമോളുടെ ബർത്ത്ഡേ, അതായത് ട്വിൻ സിസ്റ്റേഴ്സ് ആട്ടോ, അവരുടെയും ബർത്ത്ഡേ ഇന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മക്കൾക്കും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മക്കളെ. ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ.